ഏതൊരു കാര്യവും സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ റൂട്ട് കോസ് എന്താന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ട്. പിന്നെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ഇഫ് യു ആർ ഫീലിംഗ് സ്റ്റക്ക്, എനിക്കൊന്നും ഇവിടുന്ന് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നത്, അതൊന്ന് കീൻലി നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു മിക്ക പെണ്ണുങ്ങൾക്കും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് രാവിലെ എണീറ്റ് പാടി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുക. ബിക്കോസ് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. പിന്നെ മോർ ദാൻ എനിത്തിങ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന സിറ്റുവേഷൻ അല്ലേ? സ്വിച്ച് ഓഫ് ചെയ്തോ, മോട്ടർ ഓഫ് ചെയ്തോ, ഗ്യാസ് ഓഫ് ചെയ്തോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട് ലോക്ക് ചെയ്തോ എന്ന് വരെ മറന്നു പോവാം. റീചെക്ക് ചെയ്താലും പിന്നെയും ഇങ്ങനെ ചിന്തിക്കും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇതിപ്പം നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ വരുന്നത്. പക്ഷേ അല്ല, ഞാൻ ഈ ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് പറഞ്ഞ് അവർക്കും ഉണ്ട് ഈ പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആ ഒരു ടൈമിൽ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ മൊമെൻറ്റിൽ പ്രസൻ്റ് ആയിരിക്കത്തില്ല. ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ വേറെ ഓടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അപ്പം പിന്നെ ഒരു പുതിയ മോമാണെങ്കിൽ, ന്യൂ മോമാണെങ്കിൽ ഒന്നും പറയേ വേണ്ട അവസ്ഥ. ബിക്കോസ് ഈ മം ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു കീൻലി ഒബ്സർവ് വാട്ട് യു ഡു ഓൺ എ ഡേ ടു ഡേ ബേസിസ്. A to Z കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം. ബിക്കോസ് പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചെടുക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ എഴുതി വെക്കുകയാണെങ്കിൽ വി നോ എന്തൊക്കെയാണ് നമ്മൾ ഡേ ടു ഡേ ബേസിൽ ചെയ്യുന്നത്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഏത് സമയത്ത് എണീക്കുന്നത്, ബ്രഷിങ് യുവർ ടീത്ത്, മേക്കിംഗ് യുവർ ബെഡ്, ചായ കോഫി കുടിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, എവ്രി മൈന്യൂട്ട് തിങ് എഴുതി വെക്കേണ്ടി വരും. ഏത് സമയത്ത് ഓഫീസിൽ പോകുന്നത്, എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ ഗോ കഴിക്കുകയാണോ, എന്തെങ്കിലുമൊക്കെ ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോവാണോ, എല്ലാം നോട്ട് ചെയ്താലേ നമുക്ക് ഇത് തിരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഐ എം ഷെയറിങ് ദിസ് വിത്ത് യു ഓൾ. അപ്പം ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഗുഡ് ഹാബിറ്റ്സ് നമുക്കുണ്ട്, പിന്നെ എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് നമുക്കുണ്ടെന്ന്. ലൈക്ക് ബാഡ് ഹാബിറ്റ്സ് ഇൻ ദ സെൻസ്, അപ്പോൾ രാവിലെ എണീറ്റ് പാടെ നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്നത്, എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുറന്ന പാടെ നമുക്ക് നെഗറ്റീവ് ന്യൂസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്, അതിലോട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്നല്ല. പക്ഷേ ഉണ്ടല്ലോ, എന്നും രാവിലെ എണീറ്റിട്ട് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മളൊരു സാഡ്നെസ് ആയിട്ടുള്ള ഫേസിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓൾറെഡി നമ്മൾ ഡൗൺ ആണ്, നമുക്കൊന്നും ചേഞ്ച് ആവണമെന്നുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇത്രയും നെഗറ്റിവിറ്റി രാവിലെ തന്നെ നമ്മൾ ബ്രെയിനിൽ എടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്കൊന്നും നല്ല കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് നെഗറ്റിവിറ്റി ഈസ് ഇൻ യുവർ ബ്രെയിൻ. ഫസ്റ്റ് തിങ് നമ്മൾ അതാണ് നമ്മളെ ബ്രെയിനിൽ ഫീഡ് ചെയ്തത്. പിന്നെ മോർ ദാൻ ദാറ്റ് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ രാവിലെ എണീറ്റിട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ലൈക്ക് ട്രാൻസ്ഫോം ആവുന്നത് ഭയങ്കര സ്ലോ ആണ്. മോർണിംഗ് ലൈക്ക് നമ്മൾ മോർണിംഗ് എണീക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് കൺവേർട്ട് ആവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത്രയും ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ഓഫീസിൽ 10 മണിക്ക് പോകണമെങ്കിൽ 9:45 എണീറ്റിട്ട് ഓടിച്ചാടി കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആ ഫോക്കസ് തെറ്റി ഉള്ള പരിപാടികൾ, അതൊക്കെ വളരെ ലൈക്ക് കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഗുഡ് ഹാബിറ്റ്സ് ഇൻ ദ സെൻസ്, നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് മേക്കിംഗ് യുവർ ബെഡ്, അതൊക്കെ ആൾക്കാർ ഭയങ്കര സില്ലി ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ശരിക്കും ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. രാവിലെ എണീറ്റ് പാടെ ബെഡൊന്നും പ്രോപ്പർലി വെച്ചിട്ട് ലൈക്ക് നമ്മുടെ പൊതുപ്പൊക്കെ എല്ലാം കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലീൻലിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. ഈവൻ നമുക്കൊരു ഭയങ്കര സാഡായിട്ട് ഫീൽ ആവുന്ന ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ റൂം ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒന്നും പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഇപ്പോൾ
വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണെങ്കിൽ കിച്ചൺ ഒന്ന് പ്രോപ്പർലി ക്ലീൻ ആണെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ കാണുമ്പോൾ. അത് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണുള്ളത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ ഹാബിറ്റ് ട്രാക്കിംഗ് ഇല്ലെങ്കിൽ അവയർനെസ് ജേർണൽ എന്നൊക്കെ പറയും. അതായത് നമ്മൾ അവെയർ ആയിരിക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, നമുക്കറിയാം. പിന്നെ നോട്ട് ചെയ്യുമ്പോൾ രാത്രി ആ ഒരു ജേർണൽ എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എത്ര സമയം വെറുതെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പറയും നമുക്ക് ടൈമില്ല, ഒന്നിനും സമയമില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇത് ക്ലീൻലി നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുഡ് ഹാബിറ്റ്സ് കീപ്പ് ചെയ്തിട്ട് ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫിലേക്ക് എന്തൊക്കെയാണ് വേണം, എന്തൊക്കെ പുതിയ ഹാബിറ്റ്സ് വേണം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. പിന്നെ മീൽ, ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ മീൽ പ്ലാനിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് നമ്മൾ ഡേ ബിഫോർ, അതായത് നൈറ്റ് ബിഫോർ നമ്മൾ നെക്സ്റ്റ് ഡേത്തേക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇത് വളരെ ആയിട്ടുള്ള വളരെ വളരെ നമ്മുടെ ടൈമിനെ സേവ് ചെയ്യുന്ന ഒരു സംഭവമാണത്. നമ്മൾ ചെറിയ കാര്യമാണ് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന നമ്മുടെ അമ്മമാർക്ക് പറയുമ്പോൾ ഇതൊക്കെ എന്ത് എന്നൊക്കെ തോന്നും. പക്ഷേ എൻ്റെ ഒരു ജനറേഷന് പറയുകയാണെങ്കിൽ ഇത് വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് വി ഹാവ് അതർ തിങ്സ് ടു ഡു. അല്ലെങ്കിൽ ഒരുപാട് പേര് കാര്യങ്ങൾ, ഓഫീസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെ ചെയ്യാനാണ്. അപ്പോൾ അതിനെ നമുക്ക് അത്ര ടൈം സേവ് ചെയ്യാനും പറ്റും. അപ്പം ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് കിച്ചടി ആൻഡ് പൊട്ടറ്റോ പുലാവ് ആണ് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ പുലാവ്, പൊട്ടറ്റോ റൈസ്, എന്ത് വേണമെങ്കിലും പറയാം. കിച്ചടി, വെരി ബേസിക് കിച്ചടി ഫോർ മൈ ലൈക്ക് കിഡ്. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബേസിക് വെജീസും പിന്നെ ദാൽ, റൈസ് എന്നൊക്കെ വെച്ചിട്ട് പിന്നെ ബേസിക് മസാലാസ് വെച്ചിട്ടാണ്. അത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ഹെൽത്തിയുമാണ്, നമുക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. പിന്നെ പൊട്ടറ്റോ റൈസ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതും എന്താ പറയുക, ലെഫ്റ്റ് ഓവർ റൈസ് എനിക്ക് ഉണ്ടായിരുന്നു ഇന്നലെ, കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് പൊട്ടറ്റോ റൈസ് ആക്കാമെന്ന്. അതാകുമ്പം ഈസിയാണ് ഉണ്ടാക്കാൻ, പിന്നെ ഗീയിലാണ് ചെയ്യുമെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. ആക്ച്വലി വളരെ എന്താ പറയുക, അടിപൊളി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് നിങ്ങളുടെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ, അതെല്ലാം ഒന്ന് നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുമ്പ് നമ്മൾ ഗീയിൽ ഇല്ലെങ്കിൽ എണ്ണയിൽ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്യാൻ കേട്ടോ. പൊട്ടറ്റോ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര മാഷ് ആയിട്ട് പോകും. എന്നിട്ട് അത് ഈ സവോള തക്കാളിക്കല്ലേ അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഈ പൊട്ടറ്റോ ഇട്ടിട്ട് ബേസിക് ആയിട്ടുള്ള മസാലകൾ ഇട്ടിട്ട് ജസ്റ്റ് 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ആ മസാല ഒന്ന് പൊട്ടറ്റോയിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ടൈം, നമ്മൾ ഈ കുക്കിംഗ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സിങ്കിലേക്ക് സാധനങ്ങൾ ഇടാം. ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ ഹോപ്പ് ഇത് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് സിങ്കിലേക്ക് സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ പിന്നീട് അത് ചെയ്യാനുള്ള നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരുമാതിരി വരും. പിന്നീട് അത് വലിയ പണിയായിട്ട് വരും. അപ്പോൾ ഈ സവോള വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് സൈഡിൽ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ടൈം സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അതൊന്ന് സൈഡിൽ ഞാൻ ക്ലീൻ ചെയ്ത സമയം കൊണ്ട് നമ്മുടെ എല്ലാം ബാക്കി മസാലകൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുന്നു. റൈസ് ഇട്ടിട്ട് പിന്നെ കൊറിയാൻഡർ ലീവ്സ് അല്ലേ, മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ കൊറിയാൻഡർ ലീവ്സ് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ യു ക്യാൻ സെർവ് ഇറ്റ് വിത്ത് റൈത്ത, അച്ചാർ, ഇല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ വേണമെങ്കിൽ സൈഡിൽ ഇത് കൊടുക്കാനും പറ്റും. അപ്പോൾ മീൽ പ്ലാനിങ് ഈസ് ലൈക്ക് ലൈഫ് സേവർ എന്ന് പറയാം. രാത്രി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചെറുവരെ ചെയ്യാനും പറ്റും, ഫുഡ് വേസ്റ്റേജ് ആവത്തുമില്ല. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ലാസ്റ്റ് വീഡിയോയും കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.